എടുക്കണ്ട. ഒരു സാധാരണ മനുഷ്യൻ തിയേറ്ററിൽ പോയി കണ്ടു വന്ന് പറഞ്ഞ അഭിപ്രായം അത്ര എടുത്താൽ മതി. വളരെ ടെക്നിക്കലായിട്ട് സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, കൊണാൻഡ്രം അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു സാധാരണ ഒപ്പീനിയൻ ആയിട്ട് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആൻഡ് ഇപ്പൊ വന്ന ഈ ലിങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദാറ്റ് ഫോർ മൈ വെൽവെറ്റ് നെയിൽസ്. ചെന്നൈ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി സില്ലി മൂവി വിത്തൗട്ട് എനി ലോജിക്. പക്ഷേ ഷാറുഖ് ഖാൻ കുറെ കാലത്തിന് ശേഷം ഒരു ഡിഫറെന്റ് ഷാറുഖ് ഖാനെ കാണാൻ പറ്റി. അതായത് സാധാരണ ഉള്ള ഒരു പാറ്റേൺ വിട്ടിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഷാറുഖ് ഖാന്റെ വിയേർഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ട്രെയിനിലൊക്കെ വെച്ചുള്ള സീക്വൻസില്, പിന്നെ കോമിക്കൽ ടൈമിങ് ആൻഡ് സ്വയം കളിയിൽ കൊണ്ടുള്ള ജോക്സ്, ശ്രീനിവാസൻ മൂവീസിലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ കുറെ വിറ്റി വൺ ലൈനേഴ്സ് ഉണ്ട്. ലൈക്ക് മൈ നെയിം ഈസ് രാഹുൽ ആൻഡ് ഐ എം നോട്ട് എ ടെററിസ്റ്റ്. ദീപിക പടുക്കോൺ ലുക്ഡ് അമേസിംഗ്. അതായത് സൗത്ത് ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയും ഇങ്ങനെ സാരി താഴ്ന്നെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഷീ ലുക്ഡ് ഗോർജസ്. അതുപോലെ തങ്കബലിന് ഓർ സ്വപ്നം കാണുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് രാത്രി. അതൊക്കെ ദീപിക അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലീഷേ സ്റ്റോറിയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊരു അവിയൽ വരുവാണെന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചാണെന്ന് എനിക്ക് തോന്നി. അത് കുറച്ചും കൂടി പഠിച്ചിട്ട് വേണം ചെയ്യാനെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇപ്പൊ അതിലിപ്പോ തെലുങ്കും തമിഴും മലയാളം എല്ലാം പറയണ കേൾക്കാം. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ആക്ച്വലി പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തിത്ലി സോങ്ങും ലുങ്കി ഡാൻസും ആണ് ഏറ്റവും ഇഷ്ടം. തിത്ലി സോങ് പാടിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോപി സുന്ദറാണ്. ഗോപി സുന്ദറും ഒപ്പം പാടിക്കുന്നത് ചിന്മയി ശ്രീപതിയാണ്. ചിന്മയി സമന്ത ഋത്പ്രഭുവിനൊക്കെ ഒരുപാട് സിനിമയിൽ വോയിസ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വോയിസ്. അതുപോലെ ഒരുപാട് ഹിറ്റ് സോങ്സും പാടിയിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരുടെയും ഭയങ്കര വലിയ ഫാനാണ്. ഓവറോൾ ഇറ്റ്സ് എ ഹിലേരിയസ് മൂവി ടു വാച്ച്. ഒരു സെക്കൻഡ് പോലും ബോർ അടിച്ചിട്ടില്ല. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഫോർ യുവർസെൽഫ്. ഡെസ്പിക്കബിൾ മീ 2 ആൻഡ് മോൺസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടു. എനിക്ക് മോൺസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ കുറച്ചുകൂടി സ്റ്റോറി വൈസ് ഇഷ്ടമായത്. ബോത്ത് ഓഫ് ഫൺ മൂവീസ് ടു വാച്ച് വിത്ത് കിഡ്സ്. എൻ്റെ ചുറ്റിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരും കിടന്ന് ചിരിക്കുകയായിരുന്നു. മോൺസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി മോൺസ്റ്റേഴ്സ് ഇൻകോർപ്പറേറ്റിന്റെ പ്രീക്വലാണ്. വേറെന്താ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇഫ് യു ആർ എ ഫാൻ ഓഫ് 3D കമ്പ്യൂട്ടർ ആനിമേറ്റഡ് മൂവീസ് ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. എന്നുള്ളൊരു മൂവി കാണാനുള്ള സോൾ റീസൺ വിജയ് ആണ്. ആൻഡ് ഹി ലുക്സ് സോ സ്റ്റൈലിഷ്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്ലോ ആയിട്ട് തുടങ്ങുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫിൽ അമലാപോളും വിജയും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്. പക്ഷെ അവിടെ ഇവിടെയും ഭയങ്കര ലാഗാണ്. ഭയങ്കര ലെങ്തി ആയിരുന്നു അവിടെ റൊമാൻസ് കാണിച്ചത്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അത് ഉഗ്രനാണ്. ആൻഡ് അമലാപോൾ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സെക്കൻഡ് ഹാഫിലുള്ള വിജയ് ഭയങ്കര മെച്ചുവേർഡ് ആണ്, ഭയങ്കര പവർഫുൾ ലുക്കിംഗ് ആണ്. നമുക്കൊരു ശരിക്കും ഒരു ലീഡർ ആയിട്ട് തന്നെ തോന്നും. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അസലായിട്ടുണ്ട്. വിജയുടെ ഡാൻസിങ് സ്കിൽസ്, അന്താഴത്തിന്റെ കോമഡി ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കുറച്ചുകൂടി കോമ്പാക്ട് ആക്കാനുള്ളത്. ഇത്രയും ഒരു ഡ്യൂറേഷൻ കൊടുക്കാണ്ട് ഇത്രയും കൂടി കട്ട് ചെയ്തിട്ട് ഇടാളാന്ന് എനിക്ക് തോന്നി. പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ദളപതി ദളപതി സോങ് ആണ് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ക്ലൈമാക്സ് തൊട്ട് മുമ്പുള്ള സോങ്ങും നല്ലതാണ്. പക്ഷെ ആ സോങ് ഒരു അനവസരത്തിലാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു പാട്ടിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് സർക്കാർ സിനിമയിലത്തെ ഒരു ക്ലൈമാക്സ് സീൻ പോലെ തന്നെയായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ഒപ്പീനിയൻ. സോ ഇതാണ് എന്റെ അഭിപ്രായം ഈ 4 സിനിമകളെ കുറിച്ച്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പടങ്ങളെല്ലാം ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഫോർ യുവർ സെൽഫ് ആൻഡ് ലെറ്റ് മീ നോ നിങ്ങൾക്ക് പടം കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത്. ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, കമന്റ്, ഷെയർ ആൻഡ് ലൈക്ക്.